എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കണക്ട് വർക്ക്സ് പ്രജ്വല എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. പദ്ധതി പ്രകാരം പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് ധനസഹായം ലഭ്യമാകുന്നതെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നതാണ്. മുൻ സർക്കാർ കൊണ്ടുവന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണിത്. അതായത് PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണ്. അതുകൂടാതെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നൈപുണ്യ കോഴ്സുകൾ അല്ലെങ്കിൽ സ്കിൽ കോഴ്സുകൾ ഉണ്ടാകും. അതായത് ബിരുദാനന്തര കോഴ്സുകൾക്കൊക്കെ ശേഷം സ്കിൽ കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള നൈപുണ്യ കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്കുമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നത്. അതും 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേമ ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ പദ്ധതികളുടെ ധനസഹായങ്ങൾ എല്ലാം തന്നെ പതിവ് പോലെ വിതരണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരുപാട് ആളുകൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, കണക്ട് വർക്ക്സ് സ്കോളർഷിപ്പിൻ്റെ അപ്ഡേഷൻ എന്താണ്, ഇതുവരെ ആനുകൂല്യം ലഭിച്ചിട്ടില്ലല്ലോ എന്നും. അതോടൊപ്പം തന്നെ നിലവിൽ ഇലക്ഷന് മുമ്പാണ് നമുക്ക് അവസാനമായിട്ട് ഈ ഒരു തുക സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പദ്ധതി താൽക്കാലികമായിട്ട് ഒന്ന് നിർത്തി വച്ചിരിക്കുകയാണ്. അതായത് പുതിയ ഗവൺമെന്റിന്റെ സംസ്ഥാന ബഡ്ജറ്റ്, അതായത് ജൂൺ മാസം 19-ാം തീയതിയിലാണ് സംസ്ഥാന ബഡ്ജറ്റ് നടക്കുന്നത്. അതിൽ വരുന്ന വർഷത്തേക്കുള്ള ഫണ്ട് അലോക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഫണ്ട് വന്നെങ്കിൽ മാത്രമേ ധനകാര്യ വകുപ്പിൽ നിന്നും കൃത്യമായിട്ട് തുക അനുവദിക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് അക്കൗണ്ടിലേക്ക് ഇനി തുക ലഭിക്കണമെങ്കിൽ ജൂൺ മാസം 19-ന് അടുത്താവണം. ഇനി അതിനു മുൻപ് ഏതെങ്കിലും വിധത്തിൽ ബില്ലുകൾ പാസ്സായി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉത്തരവുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ വീഡിയോയിലൂടെ അക്കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിലവിൽ താൽക്കാലികമായിട്ട് പദ്ധതി നിർത്തിയ അവസ്ഥയിലാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജൂൺ മാസം 19-ാം തീയതി സംസ്ഥാന ബഡ്ജറ്റിൽ നിലവിലുള്ള ഈ പദ്ധതിയുടെ പുതിയ അപ്ഡേഷനുകൾ ലഭിക്കുന്നതാണ്. ആ ഒരു സമയത്ത് നിലവിൽ തുക ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഫണ്ട് റിലീസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടത്തപ്പെടുന്നതാണ്. നമുക്ക് നിലവിലിപ്പോൾ ഏപ്രിൽ മാസം വരെയുള്ള ധനസഹായമാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം അനുവദിക്കേണ്ട തുക, അതായത് മെയ് മാസത്തെ അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ ആ 2 മാസങ്ങളിലെ കുടിശ്ശിക വരുന്നത് ഉൾപ്പെടെയുള്ള അതിനുശേഷമായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. ഇലക്ഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഉത്തരവിറക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഏപ്രിൽ മാസം വരെയുള്ള ഫണ്ടാണ് നമുക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം ഇലക്ഷന് മുമ്പ് വരെയുള്ള നമുക്ക് ഒരു തടസ്സവും കൂടാതെ തന്നെ തുക അക്കൗണ്ടിലേക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തീർച്ചയായിട്ടും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. 5 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഓരോ വർഷവും ഈ ഒരു സ്കോളർഷിപ്പ് പദ്ധതി തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ അപേക്ഷകരുടെ എണ്ണം 1 ലക്ഷത്തോളമേ ആയിട്ടുള്ളൂ. ഇനിയും അപേക്ഷകൾ വയ്ക്കുവാനായിട്ട് മുമ്പ് അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അപേക്ഷകൾ ഉണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. അതിനുശേഷം വേണം ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതിന് വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.